ഇന്ന് നമുക്ക് ചേമ്പിൻ്റെ ഇല കൊണ്ട് നല്ല അടിപൊളി ഒരു കറി തയ്യാറാക്കാവേ. ഇതിന് കറിയെന്നോ ചമ്മന്തിയെന്നോ എന്ത് വേണേലും വിളിക്കാം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഈ ചേമ്പിൻ്റെ ഇലയ്ക്കകത്ത് ധാരാളം കാൽസ്യമും അയറനും ഒക്കെ ഉണ്ടല്ലോ. ആണ്ടിലൊരിക്കലെങ്കിലും ഇതുപോലെ ചേമ്പിൻ്റെ ഇല നമ്മൾ കഴിക്കുന്നത് ശരീരത്തിനും ആരോഗ്യത്തിനും നല്ലതാണെന്നാണ് പറയാറ്. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അഴുക്കോ അതുപോലെ മുടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനൊക്കെ ഈ ചേമ്പിൻ്റെ ഇല കഴിക്കുന്നത് നല്ലതാണെന്നാണ് പറയാറ്. ഇപ്പം നമ്മൾ ചേമ്പിൻ്റെ ഇല കൊണ്ട് പത്രോടെ അതുപോലെ കറികൾ വെറൈറ്റി കറികളൊക്കെ തയ്യാറാക്കുമല്ലോ. അതിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഞാനൊരു 5-6 ചേമ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി അതിൻ്റെ പുറം ഭാഗത്തെ ആ തണ്ടൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് ഒരു 3-4 ഇല ഇതുപോലെ അടുക്കി വെച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ കറി തയ്യാറാക്കിയ ചേമ്പിൻ്റെ ഇല ചൊറിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ ചിലരൊക്കെ വിചാരിക്കുമായിരിക്കും ചേമ്പിൻ്റെ ഇല ചൊറിയിലെന്ന്. ഒന്നുമില്ല, ചൊറിയൊന്നുമില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമില്ല. നമ്മളിത് കുക്കറിനകത്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കുക്കറിലേക്ക് ഈ കട്ട് ചെയ്ത ചേമ്പിൻ്റെ ഇലയെല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നത് എരിവിനനുസരിച്ച് മുളകാണ്. അപ്പം ഞാനിവിടെ കുറച്ച് കാന്താരി മുളക്, നല്ല പഴുത്ത ഒരു 10-20 കാന്താരി ചേർത്തിട്ടുണ്ട്. നല്ല എരിവ് വേണം കേട്ടോ ഇതിന്. അതിന് കുറച്ച് കാന്താരിയോ അല്ലെങ്കിൽ നല്ല എരിവുള്ള പച്ചമുളകോ ചേർത്താലും മതി. ഇനി പുളി കുറച്ചധികം തന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് മൂടി വെച്ച് ഒരു 4 വിസിലാക്കണം. 4 വിസിലാകുമ്പോഴത്തേനും ഇത് നന്നായിട്ട് വെന്ത് കിട്ടും. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചേമ്പിലേക്ക് ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വേണം നമുക്ക് കിട്ടാൻ. കുറച്ച് വെള്ളം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, അധികം വെള്ളം ഒഴിക്കുക. അത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. ഇപ്പോൾ ഇല നിങ്ങൾ കൂടുതൽ ചേർക്കണേ അതനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. ഇതുപോലെ ഉടച്ചില്ലെങ്കിൽ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്താലും മതി. അപ്പോൾ ആ മുളകൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിലേക്ക് മിക്സ് ആവും, ആ പുളിയും മുളകും ഒക്കെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് നമ്മൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു വേവിക്കാൻ നേരത്ത്. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിന് നല്ലൊരു വറവ് കൊടുക്കണം. അതിനായിട്ട് ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പം അതിലേക്ക് കടുകും പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി ചതച്ചതും നല്ല ഫ്രഷായിട്ടുള്ള കരിവേപ്പിലയും പിന്നെ വറ്റൽമുളകും ഇട്ടിട്ട് ഇത് നന്നായിട്ട് വഴന്ന് കഴിയുമ്പം ഇത് നമ്മൾ നമ്മുടെ കറിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത അടിപൊളിയായിട്ടുള്ള ചേമ്പില കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ വെളുത്തുള്ളി നിങ്ങൾ ചേർക്കുന്നില്ലെങ്കിൽ വെളുത്തുള്ളിക്ക് പകരം കുറച്ച് കായം ചേർത്താലും മതി. ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൻ്റെ കൂടെ വേറെ ഒന്നും വേണ്ട, ഈ ഒരു കറി കുറച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിച്ചാൽ മതി. ആ വെളുത്തുള്ളിയും പിന്നെ അതുപോലെ വെളിച്ചെണ്ണ മസ്റ്റായിട്ടും ചേർക്കണേ.